അടിക്കൂടാ തീറ്റമേ മഞ്ഞ തീറ്റമേ. ഹലോ ഇതാരാ? ഹലോ ഹലോ പറഞ്ഞു കേക്കുന്നില്ലേ? ബ്രോ ഇന്നലെ നമ്മുടെ ഒരു മെമ്പറിനെ നിങ്ങൾ ഹോസ്റ്റേജ് എടുത്തിട്ടുണ്ടായിരുന്നു. ആണോ? ആരെയായിരുന്നു ബ്രോ എടുത്തേ? ഗോസ്റ്റ്. ഓക്കെ പറഞ്ഞു. എന്നിട്ട് എന്നാ ചെയ്തേ? നിങ്ങള് അവന് വെറുതെ വിട്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു നിങ്ങളുടെ ഏതൊക്കെ മെമ്പറിനെ അടിച്ചു കേസുകൾ പറഞ്ഞായിരുന്നു. ഇതിപ്പോ 2 ദിവസം കൊണ്ട് നമ്മളെ ഈ സിറ്റുവേഷൻ ഇങ്ങനെ ലൂപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കൊരു വാറ അല്ല നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ വാറടിച്ച് തീർത്തായിന്ന്? ഇവിടെ മീറ്റിംഗ് വിളിച്ചിട്ട് തീരുമാനിക്കാനാണല്ലോ ബ്രോ വിളിക്കുന്നത്. അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയെന്ന് ഞാൻ ചോദിക്കണേ. നമ്മുടെ സൈഡിലുള്ള നിങ്ങള് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അടിച്ച് കത്തിച്ചിട്ട് നിങ്ങളങ്ങ് തീരുമാനിച്ച് നിങ്ങളങ്ങ് മാറി വിളിക്കാനാണോ? ഇപ്പം ആരും അടിച്ച് കത്തിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു. അതിന്റെ റീസൺ എന്തായിരുന്നു? ബ്രോ അതോടെ നമുക്കറിയണം. നമ്മുടെ കൂടെ ഉള്ളവരെ കത്തിച്ചതിന്റെ റീസൺ ഒന്ന് പറയാമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതും വെയിറ്റ് ബ്രോ. അതും 10 പേര് കൂടി 3 പേരെ സംസാരിക്കുക. ഈവൻ നിങ്ങൾ തന്നെ സംസാരിച്ചിട്ട് നിങ്ങൾ തന്നെ ഫസ്റ്റ് ഫയർ തുടങ്ങി നിങ്ങൾ തന്നെ അടിച്ചിട്ടിട്ട് നിങ്ങൾ തന്നെ കത്തിച്ചു വിട്ട് അതിന്റെ റീസൺ അത്രയോട് ചോദിക്കുള്ളൂ. ഞാൻ പറയാം സിറ്റുവേഷനിലാണ്ടായിരുന്നു. നമ്മള് വണ്ടി റോഡിൽ നിർത്തിയിട്ടേക്കായിരുന്നു. ഇപ്പൊ പഴശ്ശി എന്ന് പറഞ്ഞ പുറമാണ് തോന്നി നീലമുടി ലെഫ്റ്റിലുള്ള എന്റെ ലെഫ്റ്റ്. 2-3 പ്രാവശ്യം വണ്ടിക്ക് വെയിറ്റ് ചെയ്തു. റോങ് സംസാരിച്ചു ആക്കുന്ന പോലത്തെ സംസാരം. അത് ബ്രോയ്ക്ക് അറിയാലോ എന്താ സംസാരിച്ചു. ഞാൻ പറയാ ഞാൻ റോങ് സംസാരിച്ചിട്ടില്ല. അതൊക്കെ ലീവ് ചെയ്ത് കാർണിവലിന്റെ അവിടെ സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ച് വണ്ടി. അപ്പൊ ഈ ബ്രോ വന്നിട്ട് സൈഡിൽ വന്നിട്ട് എന്തോ പടക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും പറഞ്ഞില്ല. ഇത് കഴിഞ്ഞിട്ട് ഒരു ബാക്കില് AWMO അങ്ങനെ എന്തോ വെച്ചൊരു പുള്ളി വന്നു. ചൊമ്പ് ഹെൽമെറ്റ്. ആളുടെ പേരെന്താന്ന് അറിഞ്ഞൂടാ. പുള്ളി വന്ന് പുള്ളിയാണ് റോങ് സംസാരിക്കാൻ തുടങ്ങിയത്. മീൻസ് ബ്രോനേക്കാൾ നീ എന്തിനാ കൊണക്കുന്നേ അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചു. പിന്നെ എല്ലാവർക്കും അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഫയറിങ് സ്റ്റാർട്ട് ചെയ്ത് വാണിംഗ് ഫയർ കൊടുത്തു. അടിച്ചു തുടങ്ങിയ ഞാനാണ്. എന്തിനാ കൊണക്കണേന്ന് ചോദിച്ചാൽ അടിക്കുവോ? അടിക്കും. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. പക്ഷെ നീ ചോദിച്ചോ. അല്ല എന്തോ കാർണിവലോടെ പടക്കം പൊത്തിയ നീ ഒന്നും പറഞ്ഞില്ല. നിന്റെ കുടുംബസ്വത്താണോ കാർണിവല്? ഞാൻ ചോദിച്ചില്ല, അതുകൊണ്ടല്ലേ ചോദിക്കാൻ. നീ പറയാണ്ടിരിക്കാൻ നിന്റെ കുടുംബസ്വത്തൊന്നും അല്ലല്ലോ. എന്താന്ന് വെച്ചാൽ കാണിച്ചോളാം. അക്സെപ്റ്റ് ചെയ്യാത്ത കാരണം എന്താണെന്നറിയോ? നിന്നെയൊക്കെ റൗണ്ട് അടിച്ച് നിന്നെയൊക്കെ ഒന്ന് കത്തിച്ചു വിട്ടെ. നിന്റെ ഗണ്ണ് നീയൊക്കെ ഒന്ന് തിരിച്ച് ഗ്രൈൻഡ് ചെയ്തുണ്ടാക്കും. എന്നിട്ട് നമുക്ക് വാറടിക്കാം. ഒറ്റ മിനിറ്റ് ബ്രോ. ബ്രോ പറഞ്ഞ സൈഡ് ഞാൻ കേട്ടു. ആ കാർണിവൽ സിറ്റുവേഷൻ ബ്രോ പറഞ്ഞ സൈഡ് കേട്ടു. ഓക്കെ, ഞാൻ എന്റെ സൈഡ് പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങളെ ഒന്ന് പിറ്റ് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, 3 പ്രാവശ്യം അല്ല 2 പ്രാവശ്യം. ഓക്കെ 3 or 4 ആവട്ടെ. ഈ 4 തവണയും ഞാൻ പിറ്റ് ചെയ്തപ്പോ ബ്രോ അറിയാതെയാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഈ 4 തവണ നിങ്ങൾ എന്താ പറഞ്ഞത്? അല്ല ഞാൻ പറയട്ടെ പറഞ്ഞു തീർക്കട്ടെ. ഈ 4 തവണയും നിങ്ങൾ കുഴപ്പമില്ലാന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? അല്ല 3 തവണയും കുഴപ്പമില്ലാന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ആദ്യത്തെ തവണ പിറ്റിയത് ശരിയാണ്. ഞാൻ പിന്നീടുള്ള 2 എണ്ണം അതിന്റെ റീസൺ പറയാം. ഒന്ന് മുതുക്കിന്ന് ആ ബർഗർ ഷോട്ട് വരുന്ന ആ വഴി നല്ലൊരു ഡിപ്പുണ്ട്. ആ ഡിപ്പിൽ കൂടെ നല്ല സ്പീഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വണ്ടി പോകുന്ന സൈഡിലായിരുന്നു വണ്ടി നിർത്തിയിട്ടേക്കുന്നത്. അല്ലാന്ന് പറയാൻ പറ്റും? വണ്ടി നിർത്തിയിട്ടേക്കായിരുന്നു റോഡിൽ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് 2ാമത്തെ പിറ്റ് ചെയ്തു. അതാണ് സംഭവം. ഓക്കെ, അത് വിട്. അപ്പം അത് നിങ്ങൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ലീവ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് നിങ്ങൾ അവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ അവിടെ നിന്ന് പടക്കം പൊട്ടിക്കുക. ശരിയാണല്ലോ, പടക്കം പൊട്ടിച്ചപ്പോ നിങ്ങൾ ആരും എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല എന്നാണോ നിങ്ങൾ പറയണേ? ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ കൂടെ AW വെച്ചിട്ട് ഒരു കിളിനാദം സൗണ്ട് ഉള്ള ഒരു പയ്യനുണ്ട്. ആ പയ്യനാണെങ്കിൽ വന്നിട്ട് എന്താ ബ്രോ ഇവിടെ പാർക്ക് ചെയ്യണേ,
നേരത്തെ ഞങ്ങളുടെ കുറെ കൊണസല്ലേ എന്ന് പറഞ്ഞ് ഇവൻ സംസാരിച്ചു. കെൻസോ റോഡി നമ്മള് വെച്ചപ്പോ ബ്രോ ഇതേ പറഞ്ഞായിരുന്നു. ഞാൻ റോഡിന് നടുക്കുന്നപ്പോ ഞാൻ എന്താ പറഞ്ഞേ, ബ്രോ സഹോദര റോഡിലെ നടുക്കല്ല നിർത്തണ്ടേ, സൈഡില്. നേരെ തിരിച്ച് ഞാൻ എങ്ങനെയാ നിർത്തിയേ? റോഡിന് നടുക്കാണോ? അല്ല, ഫുട്പാത്തിലാണ്. ഓക്കെ ഓ നടന്നു വെയിറ്റ് പറയട്ടെ, കേക്കട്ടെ. കായല് വണ്ടി കയറിയോ? ഞാൻ പറയട്ടെ. ഈ ഒന്ന് കത്തിച്ച സമയത്ത് നമുക്ക് കുറച്ച് അത്യാവശ്യം നഷ്ടം വന്നിട്ടുണ്ടായിരുന്നേ. ഏകദേശം ഒരു 20 CR ഉള്ള സാധനങ്ങൾ പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് നിങ്ങളെ കൊന്ന് കത്തിച്ച സമയത്ത് നമുക്ക് അതേ എമൗണ്ടിലോ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേ എമൗണ്ടോ? ഒരു മിനിറ്റ് പറയട്ടെ. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തേ? തിരിച്ചു വന്ന് ഇനിയിപ്പോ നമ്മളെ ചെയ്യാൻ പോണെന്നറിയോ? ഒറ്റ മിനിറ്റ് സാഗര, ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു തീർക്കട്ടെ. സിറ്റുവേഷൻ എന്ന് പറഞ്ഞു തീർക്കട്ടെ. വണ്ടി ഇല്ലായിരുന്നല്ലേ? അല്ല, അപ്പൊ പിന്നെ എങ്ങനെ സിറ്റുവേഷൻ ലൂപ്പായെന്ന് പറഞ്ഞു? നിങ്ങൾ ഉണ്ടെങ്കിൽ ലൂപ്പ് ആവത്തുള്ളൂ. ഓക്കെ, അത് വിട്. എന്നിട്ട് രണ്ടാമത്തെ കാര്യം, ഇന്നലെ നിങ്ങളെ ഹോസ്റ്റൈൻ എടുത്തെന്ന് പറഞ്ഞു. ഹോസ്റ്റൈൻ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അവനെ കത്തിച്ചോ എന്തെങ്കിലും ചെയ്യാം. അവൻ നമ്മളോട് മാന്യമായിട്ട് നിന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അവനോട് നമ്മൾ അതേ രീതിക്ക് ട്രീറ്റ് ചെയ്തിട്ടാണ് അവനോട് പോകാൻ പറഞ്ഞു. ഞാൻ അവനെ ഹോസ്റ്റൈൻ എടുത്ത് കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. കാര്യം അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ സിറ്റിയില്, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പോകാൻ പറഞ്ഞത്. അതെ, അതുകൊണ്ടാണ് പോകാൻ പറഞ്ഞത്. അവനോട് ഒരു മോശമായിട്ടോ അവനോട് ആരും സംസാരിച്ചു? ആരുമില്ല. ഇപ്പൊ നിങ്ങള് മീറ്റിംഗ് വിളിച്ചത് റീസൺ എന്തായിരുന്നു? എടുത്തതിന്റെ റീസൺ അല്ലടാ, നിങ്ങള് സിറ്റി കയറാത്തോണ്ട് അടുത്ത ദിവസം ഹോസ്റ്റേ എടുത്തല്ലേ? ഞാൻ പറയട്ടെ ബ്രോ, അടിച്ച് കത്തിച്ച് കൊന്ന് 10 പേര് കൂടി ഒരു കാര്യമില്ലാതെ ഒരാളോട് ഒരു കാര്യം ചോദിക്കാൻ പറ്റൂ. അതെ. അപ്പൊ സിറ്റി കണ്ടപ്പോൾ ചോദിക്കാൻ വിളിച്ചോണ്ട് പോയി. അവൻ ഒറ്റയ്ക്കേ ഉള്ളെന്ന് കണ്ടപ്പോൾ അവനോട് മാന്യമായിട്ട് സംസാരിച്ചു, പറഞ്ഞു. അവൻ എന്തേലും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായോ? ബ്രോ, ഞാൻ ഒറ്റ ഡൗട്ട് ചോദിച്ചോട്ടെ ബ്രോ, കാർണിവലിനെ അവിടെ വെച്ച് നിങ്ങൾ അടിച്ച് കത്തിച്ചില്ലേ? നിങ്ങൾ അടിച്ച് കത്തിച്ചിട്ടില്ലേ? എന്നിട്ട് അന്ന് തന്നെ നിങ്ങൾ ഇറങ്ങിയില്ലേ? അതെന്താ? മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അതുകൊണ്ടാണ് വാർ വിളിക്കാൻ ഞാൻ പറയട്ടെ, ലൂപ്പാക്കിയത് നമ്മളല്ല, നിങ്ങളാണ്. അടിച്ച് കത്തിച്ചു വന്നിട്ട് 15 അടിച്ച് കത്തിച്ചു വന്നിട്ട് 10 പേര് ഒരുമിച്ച് സിറ്റിന്ന് ഇറങ്ങിപ്പോയി. ആ 10 പേർക്ക് തന്നെ ഇടി വെട്ടിയോ? ഒന്നിച്ചിറങ്ങിപ്പോയി. അരമണിക്കൂറോ? വിത്തിൻ 5 മിനിറ്റ്സ് നമ്മൾ വന്നല്ലോടാ. ഇല്ല, 5 മിനിറ്റ്സ് കൊണ്ടൊന്നും വന്നില്ല. എന്തായാലും നിങ്ങള് വാറ് വിളിക്കാൻ വേണ്ടി വന്നതല്ലേ? അതെ, വാറ് വിളിക്കാൻ താല്പര്യമില്ല. നമുക്ക് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത്രേ ഉള്ളൂ ബ്രോ. നിങ്ങള് ഈ ഗ്യാങ് ആണ്. ഈ ഗ്യാങ്ങിന്റെ ഡ്രസ് ഇട്ട് നിങ്ങളുടെ ഗ്യാങ് ഹൗസ് ഒഴിച്ച് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ മാത്രം ആവതുണ്ടെങ്കിൽ നിന്നെയൊക്കെ എവിടെ കണ്ടാലും അടിക്കും, കത്തിക്കും. നമുക്ക് ഇങ്ങനെ ഒരു ലൂപ്പിനോട് ഇൻട്രസ്റ്റ് ഇല്ല ബ്രോ. അങ്ങനെയാണെങ്കിൽ ചോദിച്ചോട്ടെ, നീയൊക്കെ ഇന്നലെ സിറ്റി കയറില്ല, വണ്ടി വന്നില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ കയറാണ്ടിരുന്നേ? വണ്ടി വന്നില്ല. വണ്ടി ഇല്ലാത്തോണ്ട് കേറിയില്ല. കാരണം എന്താ? വൺ സിറ്റി വന്ന അടി കൊള്ളൂന്ന് അറിയാം, ഓടില്ലെന്നറിയാം. വണ്ടി ഉണ്ടെങ്കിലേ ഓടാൻ പറ്റത്തുള്ളൂ. സിറ്റി വന്ന അടി കൊള്ളുന്നില്ല. ഈ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. നിനക്ക് സിറ്റി വന്ന അടി കൊള്ളുന്ന എനിക്ക് അറിയാം. തീരുമാനിച്ചുണ്ടാക്കണം. നിങ്ങൾ ചോദിക്കണേ. അടി കൊണ്ട് മെഴുകും. ഒന്നും മെഴുകിയതാ. അതിനകത്ത് സംസാരിക്കാൻ നിൽക്കണ്ട. അടികൊണ്ട് മെഴുകുന്നുള്ള ഇതുകൊണ്ടാണ് പിങ് ചെയ്തോടാ.
അടിക്കൂടാ തീറ്റമേ, മഞ്ഞ തീറ്റമേ. ഹലോ ഇതാരാ? എടാ നിക്ക് എടാ റേഡിയോ കേൾക്കാം, കത്തിക്കുക, അഡ്മിനെ വിളിക്കുക, WR അടിക്കാൻ പറയാം. എടാ ലിയോ ഒരു കോൾ വെക്കേ. ലിയോ ഒരു കോൾ വെട്ടി. ലിയോ സ്റ്റിൽ ഹെലി കളി. അമ്മ ബാക്കപ്പ് വരും. പോടാ റീസ്പോൺ അടിച്ച് പോടാ പട്ടി തീട്ടമേ. റീസ്പോൺസ് പട്ടി വേണമേ, പട്ടി തീട്ടമേ. റീസ്പോൺസ് പോടാ റീസ്പോൺസ്. പോടാ മൊന്ന റീസ്പോൺസ്. കാറ്റാൻ നിങ്ങൾ പോ. റീസ്പോൺസ് പോ. നിന്നേക്ക് എവിടെ കണ്ടാലടിക്കും. റീസ്പോൺസ് പോ. മഞ്ഞ തീട്ടം. ആ ഫ്ലിപ്പിന് സ്ക്രീമിന്റെ സാമാനം എടുത്ത് കൊടുക്കാം. ഫ്ലിപ്പിന് അടി വണ്ടി ലോക്ക് പിക്ക് ചെയ്തടാ. ലോക്ക് പിക്ക് ചെയ്ത്. എടാ ഇത് ലോക്ക് പിക്ക്. വണ്ടി ലോക്ക്. മാറാ അവൻ ലോക്ക് പിക്കട്ടെ. മാറാ അതെ ഇതാ ബോട്ടടാ. ആ വേറെ വണ്ടി വന്നു. ഓക്കെ ഇറങ്ങടാ തീറ്റമേ. ലോക്കാക്കി ഉള്ളി ഇരിക്കണോ? ഉള്ളില് കളിയാണോടാ നീ ഉള്ളില് കളിയാണോ? നീ സ്ക്രീമിന്റെ വല്ല പിടിച്ച് കളിയാണോ? പുറത്തേക്ക് ഇറങ്ങ. ലോക്ക് ചെയ്തിരിക്കുന്ന പുഴുത്ത് കിടക്കല്ലേ, ചത്ത് പുഴുത്ത് കിടക്കല്ലേ തീറ്റമേ. ഉള്ളിന്ന് ഇറങ്ങ, വണ്ടീന്ന് ഇറങ്ങ. അവനെടുത്ത് താഴത്തേക്ക് ഒരുത്തനെ താഴെ വണ്ടി